ഒരു വണ്ടി വന്നപ്പോൾ ബോണറ്റ് തുറന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. ഒരുപാട് എക്സസൈസ് ചെയ്തൊരു വണ്ടിയാണ്. അതിൻ്റെ വയറിങ് ചെയ്ത കോലം കണ്ടില്ലേ, എന്താ പറയുക. സംഭവങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ചെയ്ത എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ പൈസ നോക്കാണ്ട് ഇത്തിരി ടൈമൊക്കെ കൊടുത്തിട്ട് പൈസ ഇത്തിരി കൂടുതലായാലും നമ്മളെ വണ്ടിയാണ് ഒരുപാട് കാലം ഈട് നിൽക്കേണ്ട. ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ നമുക്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ കാറിലൊക്കെ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പണി കിട്ടുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടില്ലേ, മെറ്റൽ ബോഡിയുടെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു ഇൻസിഡൻ്റ് ആയി പഠിക്കാണ്ട് വയറ് വന്നേക്കണത്. എങ്ങനെയൊക്കെയോ സംഭവം വർക്ക് ചെയ്താൽ മതി, ബാക്കി കാര്യം കസ്റ്റമറിന് വിട്ടു കൊടുക്കുക എന്നുള്ള സെറ്റപ്പിലാണ് ടെക്നീഷ്യന്മാർ ചെയ്യണം. അപ്പോൾ ടെക്നീഷ്യന്മാരായാലും ശ്രദ്ധിക്കുക, ഇത്തിരി ടൈം എടുത്തിട്ടൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ചെയ്യിപ്പിക്കുക. ഒരു വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്, നമ്മളെ ക്രൂസ് കൺട്രോളും സ്റ്റിയറിംഗ് മാറ്റാണ്ട് വന്നതാണ്. ഇത് ഡെൽറ്റ വേരിയൻ്റാണ് ഈ ഒരു സ്റ്റിയറിംഗ് ഉള്ളത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് ആൽഫ വേരിയൻറ്റിലെ ആ ഒരു സ്റ്റിയറിംഗ് ആക്കണം. ലെതർ റാപ്പിങ്ങും ക്രൂസ് കൺട്രോൾ ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഇത് വർക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു ലുക്കിലേക്ക് ആയിട്ടുണ്ട്. നമ്മളെ ക്യൂട്ടായിട്ട് വരുന്ന സ്റ്റിയറിംഗ് ആണ്. ഇന്ത്യയിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മറ്റേ സ്റ്റിയറിംഗിന് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ക്രൂസ് കൺട്രോളിൻ്റെ ഒരു ബട്ടൺ നിൽക്കുമ്പോൾ തന്നെ ക്രൂസ് കൺട്രോൾ സിമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ക്ലസ്റ്ററിൽ വന്നു. ഇനിയിപ്പോൾ നമ്മൾ കിലോമീറ്റർ സ്പീഡ് 40 കഴിയുമ്പോഴേക്കും ഒരു സെറ്റ് ബട്ടൺ നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ആവും. കമ്പനി സ്റ്റീരിയോയിലേക്ക് പ്രോഗ്രാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തു, ഒരു തരത്തിലുള്ള വാണിംഗ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വയറിങ് ചെയ്യുമ്പോൾ ടെക്നീഷ്യന്മാർക്ക് ഇത്തിരി ടൈം കാര്യങ്ങളൊക്കെ കൊടുക്കുക, പ്രോപ്പറായിട്ട് ചെയ്യിപ്പിക്കുക. ഒരു വട്ടം നമ്മൾ വയറിങ് ചെയ്യുള്ളൂ, അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സീനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്, ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കരുതിയാൽ മതി. അടുത്ത നല്ലൊരു വീഡിയോയിലാണ്.